20. സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്നു കാരേബ് ബർന്നയിലേക്കുള്ള വഴിദൂരം എത്ര? 11 ദിവസത്തെ വഴി. 21. ഹെഡ്ബോനിൽ പാർത്തിരുന്ന രാജാവ് അമോര്യ രാജാവ്. 22. അമോര്യ രാജാവിന്റെ പേര് സീഹോൻ. 23. ബാശാൻ രാജാവിന്റെ പേര് ഓഗ്. 24. ബാശാൻ രാജാവ് പാർത്ത സ്ഥലം അസ്താരോത്ത്. 25. ഇസ്രായേൽ മക്കൻ സീഹോനെയും ഓഗിനെയും സംഹരിച്ചതിവിടെ വെച്ച് എത്രയിൽ വെച്ച്. 26. ഈ പർവ്വതത്തിൽ പാർത്തത് മതി എന്ന് ഏതു പർവ്വതത്തെ ഉദ്ദേശിച്ചാണ് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്? ഹോരേബ്. 27. ഏത് ഹോനദി വരെ പോകുവാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു? ഫ്രാത്ത് എന്ന മഹാനദി. 28. ന്യായവിസ്താരത്തിൽ ചെറിയവന്റെയും വലിയവന്റെയും കാര്യം എങ്ങനെ നോക്കണം? മുഖം നോക്കാതെ. 20. ന്യായവിധി ആർക്കുള്ളതാണ്? ദൈവത്തിന്. 30. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ നോക്കണമെന്ന് മോശെ ആരോടാണ് പറഞ്ഞത്? ഇസ്രായേൽ പ്രഭുക്കന്മാരോട്. 31. മരുഭൂമിക്ക് ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം എന്ത്? ഭയങ്കരമായ മരുഭൂമി. 32. അവകാശമായി പോകുന്ന ദേശത്തേക്ക് ഒറ്റുകാരെ അയക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഗോത്രപ്രമാണിമാർ. 33. ദേശം ഒറ്റുനോക്കേണ്ടതിനായി എത്ര ഗോത്രതലവന്മാരെയാണ് അയച്ചത്? 12. 34. ഒറ്റുനോക്കാൻ പോയ ഇസ്രായേൽ പ്രഭുക്കന്മാർ എവിടെ വരെ ചെന്നു? എസ്കോൽ താഴ്വര. 35. ഒറ്റുനോക്കുവാൻ പോയ ഇസ്രായേലിയർ കണ്ട മല്ലന്മാർ ആര്? അനാക്യ മല്ലന്മാർ. 36. ഗോത്രപ്രമാണിമാർ ഒറ്റുനോക്കിയതിനു ശേഷം കനാനിലെ ജനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ജനങ്ങൾ നമ്മെക്കാൾ വലിയവരും ദീർഘകായന്മാരുമാണ്. 37. കനാനിലെ പട്ടണത്തെയും മതിലുകളെയും കുറിച്ച് ഒറ്റുനോക്കിയവർ എന്താണ് പറഞ്ഞത്? പട്ടണങ്ങൾ വലിയവയും മതിലുകൾ ആകാശത്തോളവും എത്തുന്നു. 38. ഏത് സഹോദരന്മാരെ കുറിച്ചാണ് നമ്മുടെ ഹൃദയം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗോത്രപ്രമാണിമാരിൽ ചിലരെ കുറിച്ച്. 39. ഇസ്രായേൽ ജനം പാളയമിറങ്ങേണ്ടതിനുള്ള വഴികാട്ടി എന്തായിരുന്നു? രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന യഹോവ. 40. ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല എന്ന് ദൈവം കൽപ്പിച്ചതെന്ന് സത്യം ചെയ്ത നല്ല ദേശം. 41. യഹോവയോട് പൂർണ്ണമായി പറ്റുനിന്നവനാര്? കാലേബ്. 42. ഇസ്രായേലിനു കനാൻ കൈവശമാക്കി കൊടുത്തതാരാണ്? നൂന്റെ മകൻ യോശുവ. 43. മോശയുടെ ശുശ്രൂഷകൻ ആരാണ്? യോശുവ. 44. അമോര്യർ എവിടെ വരെ ഇസ്രായേലിനെ ചിന്തിച്ചു? ഹൊർമ്മ വരെ. 45. തേനീച്ച പോലെ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നതാര്? അമോര്യർ. 46. ഇസ്രായേൽ ജനത്തിന്റെ അപേക്ഷയും നിലവിളിയും യഹോവ കേൾക്കാതെ ദീർഘകാലം താമസിക്കേണ്ടി വന്ന സ്ഥലം കാദേശ്. 47. സേയീർ പർവ്വതത്തെ ഏറെ നാൾ ചുറ്റിയവർ ഇസ്രായേൽ മക്ക്. 48. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതിയെന്നു ദൈവം മോശയോട് കൽപ്പിച്ചത് ഏത് പർവ്വതത്തെപ്പറ്റി ആയിരുന്നു? സേയീർ പർവ്വതം. 49. ഏത് ദേശത്താണ് നിങ്ങൾക്ക് കാൽവെക്കുവാൻ ഇടം തരികയില്ല എന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്? സേയീരിൽ. 50. യഹോവ സേയീർ പർവ്വതം അവകാശമായി കൊടുത്തതാർക്ക്? ഏശാവിന്. 51. ഇസ്രായേൽ മക്കൻ ആഹാരവും വെള്ളവും വിലക്കു വാങ്ങിയതാരോട്? ഏദോമ്യരോട്. 52. ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്ത ദേശം? ആർദേശം. 53. ആർദേശം ആർക്കുള്ളതാണ്? മോവാബ്യർക്ക്. 54. ഇസ്രായേലിന്റെ പരദേശ പ്രയാണത്തിൽ ആരെ ഞെരുക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്? മോവാബ്യരെ. 55. ആർദേശത്ത് പാർത്തിരുന്ന വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതി ആര്? എദർ. 56. യഹോവ ലോത്തിന്റെ മക്കൾക്കു അവകാശമായി കൊടുത്ത ദേശം ഇത്? ആർദേശം. 57. ആരാണ് എമർ? മോവാബിൽ താമസിക്കുന്ന അനാക്യരെ പോലെയുള്ള മല്ലന്മാർ. 58. ഹോര്യരെ പരാജയപ്പെടുത്തി സേയീർ കൈവശമാക്കിയതാര്? ഏതാവിന്റെ മക്കൾ. 59. ഇസ്രായേൽ മക്കൾ കാദേശ ബർന്നയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേതോട് കടക്കും വരെയുള്ള കാലയളവ് എത്ര? 38 സംവത്സരം.
64 സമാധാന സന്ദേശം മരിച്ചിട്ടും ഇസ്രായേലിനെ തന്റെ ദേശത്തുകൂടി കടത്തിവിടാത്ത ദേശം. ഹെശ്ബോനിലെ രാജാവ് സീഹോൻ. 65 സീഹോസും അവന്റെ സർവ്വത്തെയും ഇസ്രായേൽ ജനം എവിടെ വെച്ച് ഏറ്റുമുട്ടി ആഹാസിൽ വെച്ച്. 66 ബാമാൻ രാജാവായ ഓഗ് ഇസ്രായേൽ ജനവുമായി പടയേറ്റത് എവിടെ വെച്ച്? എഡ്രയിൽ വെച്ച്. 67 ബാദാനിലെ ഓഗിന്റെ വെജമായ 60 പട്ടണങ്ങളുള്ള റേഗും ആർസ്റ്റോണിലേശം. 68 സീറോനിൽ ഹെർമോന് പറയുന്ന പേര് സിലോൺ. 68 അമോര്യൽ ഹെർമോന് പറയുന്ന പേര് സെനീർ. 70 ഇരുമ്പ് കൊണ്ടുള്ള മഞ്ചുമുണ്ടായിരുന്നവൻ ആര്? ഓന്. 7 ഓഗിന്റെ ഇരുമ്പ് കൊണ്ടുള്ള മണ്ണും എവിടെയാണ്? അമ്മോന്യ നഗരമായ ബേൽ. 72 ഓഗിന്റെ ഇരുമ്പ് മഞ്ചത്തിന്റെ വലും ഇത് 9 മുഴം നീളം 4 മുഴം വീതി. താബാദാൻ രാജ്യത്തിൽ ശേഷിച്ചിരുന്ന മല്ലൻ ആരായിരുന്നു? ഓഗ്. 14 ലിയ ആരുടെ നഗരമായിരുന്നു? അമ്മോന്യരുടെ. 75 ആവർത്തന പുസ്തകം എഴുതുമ്പോൾ ബാജാൻ രാജാവായ ഓഗിന്റെ മഞ്ചം എവിടെയായിരുന്നു? ബ്ലയിൽ. 76 മല്ലന്മാരുടെ ദോഷം ബാശാൻ. 77 ബാജാനു ഹവോത്തിയായിരെന്ന് പേരിട്ടതാര്? യായീർ. 18 അരാബയിലെ കടൽ എന്നറിയപ്പെടുന്ന കടലത്? ഉപ്പുകടൽ. 19 പിസിയുടെ ചരിവിന് താഴെയുള്ള കടലത്? ഉപ്പുകടൽ. 80 മാഗീരിന് മോനെ കൊടുത്ത ദേശം? ഗിലെയാദ്. 81 യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഏത് കാര്യത്തെക്കുറിച്ച്? മോയെ കനാൻ ദേശത്ത് ചെല്ലുന്നതിനെ കുറിച്ച്. 82 40 വർഷം ഇസ്രായേലിനെ നടത്തിയ മോശയോട് ഏത് സ്ഥലം കടക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞത്? യോർദാൻ. 63 ഏത് മലയുടെ മുകളിൽ കയറിയാണ് 4 ദിക്കുകളും കാണുവാൻ ദൈവം മോശയോട് പറഞ്ഞത്? പിസിഗ. 14 യഹോവ കൽപ്പിക്കുന്ന വചനത്തോട് എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകയും കുറക്കുകയും അരുത്. 35 ജാതികളുടെ ദൃഷ്ടിയിൽ ഇസ്രായേൽ മക്കളുടെ ജ്ഞാനവും വിവേകവും എന്ത്? ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുക. 86 ഇസ്രായേലിന്റെ പുതിയ തലമുറയെപ്പറ്റിയുള്ള വിശേഷണം എന്ത്? ജ്ഞാനവും വിവേകവുമുള്ള ശ്രേഷ്ഠ ജാതി. 57 ദൈവം ഏറ്റവും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ആര്? ഇസ്രായേൽ ജനം. 83 ആകാരസൈന്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്ത്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. 89 ഇരുമ്പുല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന രാജ്യം ഇത്? മിസ്രൈം. 40 തീ കാളികത്തിക്കൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നും ദൈവശബ്ദം കേട്ടവർ ആര്? ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തലവന്മാരും മോശയും. 91 യോർദാനക്കരെ രൂബേന്യർക്കു കൊടുത്ത സമ്മേദനഗരത്തിന്റെ പേര്? ബേസർ. 92 ഗാദർക്ക് കൊടുത്ത സങ്കേതനഗരം? ഗിലെയാദിലെ രാമോത്ത്. 93 മനാക്ക് കൊടുത്ത സങ്കേതനഗരം? ബാശാനിലെ ഗോലാൻ. 94 തീയുടെ നടുവിൽ ദൈവശബ്ദം കേട്ട ജനം? ഇസ്രായേൽ ജനം. 95 യോർദാനക്കരെയുള്ള സങ്കേതനഗരങ്ങളുടെ പേര്? ബേസർ, രാമോത്ത്, ഗോലോൺ. 96 മോശ തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനോട് പറഞ്ഞത് എവിടെ വെച്ചാണ്? ബെത്ത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ. 97 ഹെർമോൻ എന്ന പർവ്വതത്തിന്റെ മറ്റൊരു പേര്? സിയോൻ പർവ്വത. 98 യഹോവയെ പലിക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം എത്ര തലമുറ വരെ ഉണ്ടാകും? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ. 99 ദൈവത്തെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരിൽ എത്ര തലമുറ വരെ ദയ കാണിക്കും? 1000 തലമുറ വരെ. 100 എത്ര ദിവസം അധ്വാനിക്കണം? 6 ദിവസം. 121 7-ാം ദിവസം യഹോവയ്ക്ക് എന്തായിരിക്കണം? ശബ്ബത്ത്. 102 ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ദുമ്മം കൊണ്ടും വിടുവിക്കപ്പെട്ട ജനം? ഇസ്രായേൽ. 103 യഹോവയുടെ വചനം എവിടെ ഇരിക്കണം? ദീർഘായുസ് ഉണ്ടാകുവാനുള്ള മറ്റു മുലി? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കൂ. 104 യഹോവ ആരാണ് എന്നാണ് ഇസ്രായേൽ കേൾക്കേണ്ടത്? യഹോവ നമ്മുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ. 105 യഹോവയുടെ വചനം വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ആർക്ക് ഉപദേശിക്കണം? തലമുറയ്ക്ക്. 106 വചനം അടയാളമായി കെട്ടുന്നത് എവിടെ? കൈമേൽ.
107 വചനം ഇസ്രായേലിന് എവിടെ പട്ടമായിരിക്കണം? കണ്ണുകൾക്കു മധ്യേ. 108 ഇസ്രായേലിന് നൽകപ്പെട്ട ഒരു പട്ടം, വചനം. 109 നിന്റെ വീട്ടിൽ എവിടെയാണ് വചനം എഴുതേണ്ടത്? കട്ടിളകളിന്മേലും പടിവാതിലുകളിലും. 110 നീ പണിയാത്ത പട്ടണം, സമ്പത്തുള്ള വീട്, കുഴിക്കാത്ത കിണർ, നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം ഇവ കൊടുക്കാമെന്ന് ദൈവം ആരോടാണ് വാഗ്ദത്തം ചെയ്തത്? പിതാക്കന്മാരായ അബ്രാഹാം, ഈസാക്ക്, യാക്കോബ് എന്നിവരോട്. 111 എവിടെ വെച്ച് പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുതെന്നാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? മസ്സ. 112 ജാഗ്രതയോടെ പ്രമാണിക്കണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചതെന്ത്? കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും. 113 ദൈവത്തിന്റെ സകല കൽപ്പനയും കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം എങ്ങനെയുള്ളവരാകും? നീതിയുള്ളവർ. 114 ഇസ്രായേൽ മക്കൾ കൈവശമാക്കുവാൻ ചെന്ന ദേശത്ത് എത്ര ജാതികളെ ദൈവം നീക്കിക്കളഞ്ഞു? 7. 115 കനാൻ ദേശത്ത് പാർക്കുന്ന പെരുപ്പവും ബലവുമുള്ള പ്രധാനപ്പെട്ട ജാതികളേത്? ഹിത്യർ, ഗിർഗശ്വർ, അമോക്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്വർ. 116 ഈ 7 ജാതികളോട് എങ്ങനെ പെരുമാറണമെന്ന് ദൈവം പറഞ്ഞു? അവരെ നിർമ്മലമാക്കണം, ദയ കാണിക്കരുത്, ഉടമ്പടി ചെയ്യരുത്. 117 കനാനിൽ താമസിക്കുവാൻ പോകുന്ന ഇസ്രായേൽ മക്കളോട് ആരുമായി വിവാഹബന്ധം പാടില്ല എന്നാണ് യഹോവ പറഞ്ഞത്? കനാനിലെ ജാതികളുമായി. 118 എന്തുകൊണ്ടാണ് കനാനിലെ ജാതികളുമായി വിവാഹബന്ധം പാടില്ല എന്ന് പറഞ്ഞത്? അനുദൈവങ്ങളെ സേവിക്കുവാൻ തക്കവണ്ണം ജനത്തെ ദൈവത്തോട് അകറ്റിക്കളയും. 119 സകല ജാതികളിലും വെച്ച് എന്തിനാണ് യഹോവ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? സ്വന്തജനമായിരിക്കാൻ. 120 നിങ്ങളിലോ നിങ്ങളുടെ നാൽക്കാലികളിലോ ഉണ്ടാകാത്തത് എന്ത്? വന്ധ്യനും വന്ധ്യയും. 121 യഹോവ നിങ്കിൽ നിന്നും എന്താണ് അകറ്റിക്കളയുന്നത്? സകല രോഗവും. 122 ഇസ്രായേലിനെ ദ്വേഷിക്കുന്ന ഏവർക്കും മിസ്രയീമ്യർക്കു വരുത്തിയിരുന്നതെന്ത് കൊടുക്കും? ദുർവ്യാധി. 123 ജാതികളുടെ ദേവപ്രതിമകളെ എന്തു ചെയ്യണം? തീയിലിട്ട് ചുട്ടുകളയണം. 124 40 സംവത്സരം പരീക്ഷിക്കപ്പെട്ടവർ ആര്? ഇസ്രായേൽ മക്കൾ. 125 ഇസ്രായേൽ ജനത്തിന്റെ വസ്ത്രം എത്ര വർഷം ജീർണിച്ചില്ല? 40 വർഷം. 126 ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ യഹോവ ശിക്ഷിച്ചു വളർത്തിയതാരെ? ഇസ്രായേൽ മക്കളെ. 127 യഹോവ ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് ശിക്ഷിച്ചു വളർത്തിയത്? ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ. 128 കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം ഏത്? കനാൻ ദേശം. 129 ഫലവൃക്ഷങ്ങൾ ഏറ്റവും അധികമുള്ള ദേശം? കനാൻ ദേശം. 130 ഇസ്രായേൽ ജനത്തിനു മരുഭൂമിയിൽ എവിടെ നിന്ന് വെള്ളം കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നു? തീക്കൽ പാറയിൽ നിന്നും. 131 അനാഗ്യരെ കുറിച്ച് ഒരു ചൊല്ലുള്ളതെന്താണ്? അനാഗ്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവനാര്? 132 വലിപ്പവും പൊക്കവുമുള്ള ജാതി ഏത്? അനാഗർ. 133 ദഹിപ്പിക്കുന്ന അഗ്നിയായി ഇസ്രായേൽ ജനത്തിനു മുൻപായി കടന്നു പോകുന്നതാര്? ദൈവമായ യഹോവ. 134 എന്തുകൊണ്ടാണ് കനാനിലെ ജാതികളെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്? ആ ജാതികളുടെ ദുഷ്ടനിമിത്തം. 135 ഇസ്രായേൽ ജനം എങ്ങനെയുള്ള ജനമായിട്ടാണ് മരുഭൂമിയിൽ കണ്ടത്? ദ്വേഷാഢ്യമുള്ള ജനം. 136 ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയതെന്ത്? 10 കൽപ്പന. 137 ദൈവത്തോടൊപ്പം പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശയുടെ കയ്യിൽ എത്രാം ദിവസമാണ് കൽപ്പലകകൾ കൊടുത്തത്? 40-ാം ദിവസം. 138 അഹരോന് വേണ്ടി അപേക്ഷിച്ചതാര്? മോശെ. 139 ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ യഹോവയെ കോപിപ്പിച്ചതെവിടെയെല്ലാം വെച്ച്? തബേര, മസ്സ, കിബ്രോത്ത്-ഹത്ത. 140 യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണുകിടന്നവനാര്? മോശെ. 141 കൽപ്പലകകൾ വെട്ടിയെടുത്തപ്പോൾ അതിനോടൊപ്പം എന്താണ് മോശെ ഉണ്ടാക്കിയത്? മരം കൊണ്ടുള്ള പെട്ടകം. 142 മോശ പെട്ടകം ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ടാണ്? കതിര മരം കൊണ്ട്.
143 ആവർത്തന പുസ്തകം പറയുന്നതനുസരിച്ച് അഹരോൻ മരിച്ചതെവിടെയാണ്? മോസര. 144 ബേരോത്തിന്റെ മറ്റൊരു പേര്? ബെനയാക്കൻ. 145 ആവർത്തന പുസ്തകം അനുസരിച്ച് അഹരോൻ മരിച്ചതെവിടെ വെച്ച്? മോസരയിൽ വെച്ച്. 146 ബരോത്തിന്റെ മറുപേരെന്ത്? ബെനയാക്കൻ.